കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ കാഠിന്യം, കട്ടിപിടിച്ച ഹൃദയങ്ങൾ ഇതാ അലിയാൻ തുടങ്ങും. ഹൃദയത്തിന്റെ കാഠിന്യം കുറയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമ്മൾ ധ്യാനിക്കുന്നത് യേശു നമ്മളെ കുരിശോളം സ്നേഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താ? കട്ടിപിടിച്ച നമ്മുടെ ഹൃദയത്തിന്റെ ഭാരത്തെ കർത്താവ് ശാന്തമാക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം നിങ്ങൾ കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറയ്ക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? ഓ, ഇയാൾക്കൊരു ഹൃദയവുമില്ലേ, ഇയാളുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇയാൾക്ക് ഹൃദയമില്ലെന്നാണോ? അല്ല, എന്തില്ലെന്നാ? അയാളുടെ ഉള്ളിൽ സ്നേഹമില്ല, അയാളുടെ ഉള്ളിൽ സ്നേഹമില്ല. ചിലരുടെ കട്ടി പിടിച്ചതാന്നൊക്കെ പറയും. ഓ, ഇത് ഇങ്ങനത്തെ ഒരു സാധനം ആയിപ്പോയല്ലോ എന്നൊക്കെ വീട്ടിൽ പറയത്തില്ല. ഇത് ഇങ്ങനത്തതായിപ്പോയല്ലോ, ഇതെന്താ ഇങ്ങനത്തത്? കല്ല് പോലത്തെ ഒരു മനുഷ്യൻ, ഒരു മാറ്റവും ഇല്ല, ഒരു ചലനവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഈ കട്ടി പിടിച്ച അവസ്ഥ അത് ശാന്തമാകാൻ തുടങ്ങും, നോർമൽ സ്റ്റേജിലേക്ക്. ഒരു വചനം പഠിക്കാം, ഉച്ചത്തിൽ പറഞ്ഞ്. എസെക്കിയേലിന്റെ പ്രവചനം 11-ാം അധ്യായം 19-ാം തിരുവചനം. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, എന്നിൽ അത് സംഭവിക്കട്ടെ, എന്നിൽ അത് സംഭവിക്കട്ടെ, എന്നിൽ അത് സംഭവിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിന്നിൽ അത് സംഭവിക്കട്ടെ. ഇത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചിലരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിന് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പൊ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് അറിഞ്ഞുകൂടാ, സ്നേഹിക്കാൻ പറ്റുന്നില്ല. മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവര് നമ്മളോട് പറഞ്ഞ ചില കാര്യം, അവര് പ്രവർത്തിച്ച ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭാരം. അപ്പൊ അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത മേഖലകളുള്ളവർ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി പ്രാർത്ഥന. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയും, ഹൃദയത്തിന്റെ കാഠിന്യം കുറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.